ആക്ച്വലി ഈ ആൽക്കഹോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഹിബിഷൻ എടുത്ത് മാറ്റുക. മൈൻഡ് ടു മൗത്ത് ഫിൽട്ടർ മാറ്റുക. എക്സാക്ട്ലി. മദ്യം, പുകവലി, അതുപോലെ തന്നെ മറ്റ് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നതൊക്കെ മെന്റൽ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുമോ? വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഈ സെയിം സാധനം ആക്ച്വലി സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്, അത് വേറെ കാര്യം. എനിവേ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് തന്നെ. ആങ്സൈറ്റി എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് വരുന്നത്? ആങ്സൈറ്റി എന്ന് പറയുന്നത് തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ആ ഒരു കണക്റ്റഡ് ടു ഓവർ തിങ്കിങ്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആലോചിച്ച് അതിനെ എങ്ങനെയാണ് ലൈക് തെറാപ്പിയിലൂടെയാണോ മാറ്റാൻ കഴിയുള്ളൂ? തെറാപ്പിയിലൂടെയും മാറ്റാൻ കഴിയും, അല്ലാതെ സെൽഫായിട്ട് മാറ്റുന്നവരുണ്ട്. അതും ആസ് ഐ സെഡ് ഏർലിയർ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറീസ് കാണാറുണ്ട്. ഐ പ്രോബബ്ലി നീഡഡ് എ തെറാപ്പി, പക്ഷേ ഐ ഹാഡ് മൈ ഫ്രണ്ട്സ്, ഞങ്ങളൊരു നൈറ്റ് ചില്ല് ചെയ്തപ്പോൾ ഐ വാസ് ഓക്കെ എന്നൊക്കെ പറയുന്ന ഒരു ബോയ്സ് നൈറ്റ് ഔട്ട് അല്ലെങ്കിൽ ഒരു ഗേൾസ് നൈറ്റ് ഔട്ട് വിത്ത് ഡ്രിങ്ക്സ്, ഇതൊക്കെ കൊണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റല്ലേ? ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നത് പ്രശ്നമാണ്. ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, കൈവിട്ട് പോയാലാണ് പ്രശ്നമാവുന്നത്. ഒരു ലിമിറ്റും ഇല്ലാതെ ഒരു പരിധിയും ഇല്ലാതെ അടിച്ച് ഔട്ടായി ആ ഒരു ഇതിലിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ശരിയല്ല. പകരം ഇഫ് യു ആർ ടേക്കിംഗ് ജസ്റ്റ് എ വെരി ഫ്യൂ, ഇപ്പോൾ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുടിക്കാതെയും അത് ഹാൻഡിൽ ചെയ്യാം. ഒരു നൈറ്റ് ഔട്ട് ആക്ച്വലി അവിടെ വർക്കൗട്ട് ആവുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ഉണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. വാട്ട് ഈസ് ദിസ് ആൽക്കഹോൾ ഡൂയിങ്? ആക്ച്വലി ഈ ആൽക്കഹോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഹിബിഷൻ എടുത്ത് മാറ്റുക, മൈൻഡ് ടു മൗത്ത് ഫിൽട്ടർ മാറ്റുക. എക്സാക്ട്ലി. മൈൻഡിൽ വരുന്ന സാധനങ്ങളെല്ലാം പുറത്തു വരാനായിട്ടുള്ളൊരു സ്പേസ് ഇതുണ്ടെങ്കിൽ ആൽക്കഹോളിൻ്റെ ആവശ്യം, ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ എന്നുള്ളതല്ല, ഇതുണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുറച്ചുകൂടെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോകണം. നമുക്ക് അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാകണം, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൽക്കഹോളിന്റെ പോലും ആവശ്യമില്ല, ജസ്റ്റ് ഇരുന്ന് സംസാരിച്ചാൽ മതി. മറ്റേ എന്താ, കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ഓ എല്ലാം വെള്ളത്തിന്റെ പുറത്തങ്ങ് പറഞ്ഞു പോയി എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ ഇതാവും. അത് നീ മൈൻഡ് ചെയ്യണ്ട, എന്തോ ഒരു ഇതിന്റെ പുറത്തങ്ങ് പറഞ്ഞതാണ്. അത് അവർക്കിടയിൽ അതൊരു സ്റ്റോറീസാണ്. ഫ്രണ്ട്സിന് ഇടയിൽ ഇത് കണ്ടോണ്ടിരുന്നവർക്ക് അവൻ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞു എന്നൊക്കെ ഉള്ളൊരിത്, കള്ളു കുടിച്ചിട്ടാണെന്നുള്ളൊരിത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു സ്റ്റിഗ്മ ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ സ്പേസും ഇല്ല. എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തോ, ഓ അവൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകളും അങ്ങനെയുള്ളതാണെന്ന് പലരും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പലരുടെയും ലൈഫിൽ നിന്നുള്ള എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് നോൺ ജഡ്ജ്മെൻ്റൽ സ്പേസ് എന്നുള്ളത്. മദ്യം, പുകവലി, അതുപോലെ തന്നെ മറ്റ് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നതൊക്കെ മെന്റൽ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുമോ? വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അത് ഓരോ സബ്സ്റ്റൻസിനനുസരിച്ച് അതേപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ സെൽസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ബ്രെയിൻ സെൽസിനെ അത് അഫക്റ്റ് ചെയ്യും. നമുക്ക് ബയോളജിക്കലി തന്നെ ഒരു പ്രശ്നമുണ്ട് അവിടെ. യെസ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബെറ്റർ ആകുമോ? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, ഇറ്റ് ടേക്സ് ടൈം. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് കഴിയും. ഒരു സ്പെസിഫിക് ഡേറ്റ്സ് പറയാനായിട്ട് ഈവൻ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months എടുക്കും കുറച്ചുകൂടെ ഒന്ന് റിക്കവറായി വരാൻ. ദാറ്റ്സ് വാട്ട് ഐ റിമെമ്പർ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സ്റ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തുമ്പോൾ പലർക്കും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു പിന്നെയും ഉപയോഗിക്കണം എന്നുള്ള ഒരു വ്യഗ്രത അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം ഈ പറയുന്ന ഏത് സബ്സ്റ്റൻസസും ആയിക്കോട്ടെ, അത് ആക്ച്വലി നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോപ്പമീൻ റിലീസാണ്. ഈ സെയിം സാധനം ആക്ച്വലി സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്, അത് വേറെ കാര്യം. എനിവേ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ട് മാറാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ഒരു ദിവസം നിർത്തുമ്പോഴത്തേക്കും ഈ റിസപ്റ്റേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോപ്പമീൻ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്, വരില്ല. വരുമ്പോഴത്തേക്ക് ഫ്രസ്ട്രേഷനായി, കയ്യൊക്കെ ധരിക്കാൻ തുടങ്ങി, കിട്ടിയില്ലെങ്കിൽ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലിരിക്കും. അപ്പം അതിനെ കുറച്ചെടുക്കണം. അത് ആക്ച്വലി തെറാപ്പി കൊണ്ട് പറ്റും. തെറാപ്പി കൊണ്ട് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ മാറ്റുകയാണ്. യു ആർ ഏബിൾ ടു ഹാൻഡിൽ ദാറ്റ് സ്റ്റേറ്റ് എന്നുള്ളതും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് പകരമായി മറ്റ് ഡോപ്പമീൻ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുമോ? മറ്റ് ഡോപ്പമീൻ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടണ്ട, എന്നാൽ പോലും പ്രൊഡക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുന്നത് നല്ലതാണ്.
ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഡോപ്പമിൻ റിലീസ്. അപ്പോൾ ജിമ്മ് ഡോപ്പമിൻ റിലീസാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡോപ്പമിൻ റിലീസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. റീഡിങ് ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. ആ രീതിയിലേക്ക് നമ്മൾ അതിനെ യൂസ് ചെയ്യും. വൺ കേസ് വാസ് എ സ്മോക്കിംഗ് കേസ്. സ്മോക്കിംഗ് നിർത്തണം എന്ന് പറഞ്ഞു വന്നിരുന്ന ഒരു കേസ്. ആൾ ആക്ച്വലി അതിനെ പോസിറ്റീവ് ആക്കി മാറ്റിയത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആക്ച്വലി ഒരു സെഷൻ ചെയ്തിട്ടാണ് മാറിയത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കരിയറിൻ്റെ ഇനീഷ്യൽ ഡേയ്സിലുള്ള ഒരു കേസാണ്. വാട്ട് ഹാപ്പൻഡ് വാസ് വി ഡിഡ് ദ സെഷൻ. അത് ഞങ്ങളൊരു വാട്ടർ സ്പോർട്സ് ഇവൻറ്റിന് പോയ സമയത്താണ്. അപ്പോൾ അന്ന് ഞാനൊരു ഒഫീഷ്യലി തെറാപ്പിസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു 2 കൊല്ലത്തെ കാലഘട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു. തെറാപ്പി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. വാട്ടർ സ്പോർട്സ് ആണോ? ആണ് എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് ഇതേപോലൊരു സെഷൻ ചെയ്തു. ഒരാൾ പറഞ്ഞു, ബ്രോ എൻ്റെ സ്മോക്കിംഗ് ഒന്ന് നിർത്തി തരണം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ ആയിക്കോട്ടെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ചെയ്തു കഴിഞ്ഞിട്ട് ഇതിനിടയിൽ കുറച്ച് ഇൻട്രപ്ഷൻസ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രപ്ഷൻസ് വരുമ്പോഴത്തേക്കും ഈ വ്യക്തി ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവത്തില്ല എന്നുള്ളതാണ്. ഓൾറെഡി നമ്മുടെ മൈൻഡിൽ സജഷൻസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ഇൻട്രപ്ഷൻസ് വന്നു കഴിഞ്ഞാലും ഡസൻറ്റ് മാറ്റർ. യു ആർ ഇൻ ദാറ്റ് ആൽഫ സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്. ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേക്കുള്ള വേവാണ്, അവെയർനെസ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സജഷൻ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് പുറത്ത് വരുന്നു. നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആള് തൊട്ടപ്പുറത്തുള്ള പെട്ടിക്കടയിൽ പോയിട്ട് ഒരു സിഗരറ്റ് മേടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇരുന്ന് വലിച്ചു പറഞ്ഞ്, ബ്രോ ഇത് വർക്കൗട്ട് ആവുന്നില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, പ്രോസസ്സ് ആവാൻ സമയം എടുക്കും, എന്നാലും ഓക്കെ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും സെഷൻ ചെയ്യാന്നുള്ളത് പറഞ്ഞു. എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം അത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നൊരു 2 സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് പോയത്. പോയി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ബ്രോ ഇനി സെഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ അതിനെ വർക്കൗട്ട് ചെയ്തു, ഞാനിപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങി, ഇപ്പോൾ അത് മാറി. ഓക്കെ, കറക്റ്റ് ജിമ്മിന് പോയി. അൾട്ടിമേറ്റ്ലി ദ ചേഞ്ച് ഹാപ്പൻഡ്. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ചേഞ്ചാണ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ചേഞ്ച് ഉണ്ടായല്ലോ. അതിപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വന്ന റിസൾട്ട് ഉണ്ടായി. ഇത്തരം അഡിക്ഷൻസ് ഉണ്ടാകുന്നതും ചൈൽഡ്ഹുഡ് ട്രോമാസും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ചിലത് ഡിപ്പെൻസ്. പിയർ പ്രഷർ കാരണം അഡിക്ഷൻ വരുന്നതുകൊണ്ട്, അല്ലാതെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നും അതിനെ ഓവർകം ചെയ്യാനായിട്ട് ചില ഫിയേഴ്സ് അല്ലെങ്കിൽ ചില ട്രോമാസിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ബിലീഫ്സും കാര്യങ്ങളും ഉണ്ട്. ഈ ബിലീഫ്സ് ഒരു സർട്ടൻ ഏജിൽ ട്രിഗർ ചെയ്യും. അത് അങ്ങനെ ഒരു ട്രോമ അവിടെ ഉണ്ടായിരുന്നു. ദേ വെന്റ് എഹെഡ് വിത്ത് ദെയർ ലൈഫ്. അതിനെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഒരു പോയിന്റിൽ എന്തോ ഒരു ഫാക്ടർ അതിനെ ട്രിഗർ ചെയ്തു. അതെന്തും ആവാം. ആ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൽക്കഹോളിനായിരിക്കും. ആൽക്കഹോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് പിയർ പ്രഷറും കൂടെ ഉണ്ട്. മൂവീസ് ആർ ഓൾസോ ആൻ ഇൻഫ്ലുവൻസ്. ലൈക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്കും അടിയടാന്നും പറഞ്ഞ് ചങ്കെടുത്ത് കൊടുക്കുന്ന വീഡിയോസൊക്കെയാണ് നമ്മൾ മൂവീസിൽ കാണുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഉള്ളിൽ വരുന്നു. ആൻഡ് ദേ യൂസ് ദാറ്റ്. അപ്പം അത് വരുമ്പോഴത്തേക്കും ഓക്കെ ആ ഒരു മൈൻഡ് ഫിൽട്ടർ ആണെന്നുണ്ടെങ്കിൽ പോകുന്നു, അല്ലെങ്കിൽ അവർക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുന്നു, എന്തൊക്കെയോ ഒരു ചേഞ്ച് അവർക്ക് കിട്ടുന്നു എന്നുള്ള തോന്നൽ വരുമ്പോഴത്തേക്കും അഡിക്ഷൻ മോഡിലേക്ക് വരുന്നു. അപ്പം ഈ പെയിനിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, ഈ ട്രിഗർ പോയിന്റിനെ മറികടക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അവർ ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ തുടങ്ങും. റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യും. ഈ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന എന്ത് തരം ട്രോമയാണ് അഡിക്ഷനിലേക്ക് പോകുന്നത്? ലൈക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും, പാരൻസ് ആരെങ്കിലും മദ്യപിക്കുന്നത് കണ്ട് അത്തരത്തിലുള്ള ട്രോമയാണോ അഡിക്ഷനിലേക്ക് പോവുക? പറയാൻ പറ്റില്ല. അത് തന്നെ ആയിരിക്കണം എന്നില്ല, എന്തും ആവാം. അത് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ബിലീഫ്. ചില ആളുകൾക്കെന്ന് പറയുന്നത് ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് സീക്ക് ചെയ്യുന്ന ഒരു ബിലീഫിലേക്ക് പോകാറുണ്ട്. അവര് ആ വാലിഡേഷൻ കിട്ടാത്തത് കൊണ്ട് ഈ വാലിഡേഷൻ കിട്ടുന്നത് ഫ്രണ്ട്സിനിടയിലാണ്. ഫ്രണ്ട്സിനിടയിൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയടാന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുക്കുമ്പോഴത്തേക്കും എടുത്ത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും യെസ് നീ അടിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന അതിൻ്റെ പുറകെയുള്ള അപ്രിഷിയേഷൻ ഉണ്ടല്ലോ, ഇതൊരു വാലിഡേഷനായിട്ട് കിട്ടും, സീക്ക് ചെയ്യും. അപ്പോൾ ആദ്യമുള്ള ആ ഒരു വാലിഡേഷൻ, അവർക്ക് കിട്ടാത്ത വാലിഡേഷൻ ഈ ഒരു പോയിന്റിൽ അവർക്ക് കിട്ടുവാണ്. അത് ചിലപ്പോൾ ഒരു 3 or 4 അല്ലെങ്കിൽ ഒരു 5 പെഗ് അടിക്കുമ്പോഴത്തേക്കും യോ മാൻ അടിക്കുന്ന കണ്ടില്ലേ 4 ഇവൻ ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എൻകറേജ്മെന്റ് കിട്ടുമ്പോഴത്തേക്കും എനിക്ക് പണ്ടൊന്നും കിട്ടാത്ത ഒരു സാധനം ഇവിടുന്ന് കിട്ടുവാണ്. ഞാൻ എൻ്റെ വീട്ടുകാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും ആ ഒരു ചൈൽഡ്ഹുഡിൽ എൻ്റെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും പറഞ്ഞ് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്
ഞാൻ കേൾക്കുന്നത് ഇവരിൽ നിന്ന് ഈ പറയുന്ന സാധനം യൂസ് ചെയ്യുമ്പോഴാണ്. അതൊരു ഫാക്ടറായിട്ട് വരാം, അത് വൺ ഓഫ് ദ ഫാക്ടറാണ്. അല്ലാതെയും കുറേ റീസൺസ് ഉണ്ട്. വാലിഡേഷൻ അല്ലാതെ തന്നെ ഒരു ജഡ്ജ്മെൻ്റൽ റീസൺസും ഉണ്ട്, വരാറുണ്ട്. പാരൻസ് പറഞ്ഞ കുറേ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കേട്ടിട്ട് അതൊരു ബിലീഫായിട്ട് നമുക്ക് ആ ഒരു സ്നേഹം അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല, അവർ ഇന്ന രീതിയിലാണ് നമ്മളെ കാണുന്നതെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ കയറി അത് പിന്നീട് ഒരു സമയത്ത് ട്രിഗർ ആവുമ്പോൾ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതാണ് ഈ അഡിക്ഷനിലേക്ക് വന്നെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്, ആങ്സൈറ്റി എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് വരുന്നത്? എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആങ്സൈറ്റി എന്ന് പറയുന്നത് തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ആ ഒരു ആദി, അത് തന്നെയാണ് ആങ്സൈറ്റി. കണക്റ്റഡ് ടു ഓവർ തിങ്കിങ്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആലോചിച്ച് അങ്ങ് പോവുകയാണ്. അത് ലൈക്ക് ഒരു ഫാർ ആയിട്ടുള്ള ഫ്യൂച്ചർ അല്ല, ഒരു അടുത്ത നിമിഷം എന്തെന്നുള്ളതും ആവാം. അടുത്ത നിമിഷം എന്തെന്നുള്ളതാവാം. ചിലപ്പോൾ ഈ ഒരു ആങ്സൈറ്റി പബ്ലിക് സ്പീക്കിംഗ്, ഫോർ എക്സാമ്പിൾ സ്റ്റേജിൽ കയറി ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ഞാൻ കയറി നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറയുന്നത് മിസ്റ്റേക്ക് ആയാലോ, അത് മിസ്റ്റേക്ക് കേട്ട് കഴിഞ്ഞാൽ പിള്ളേർ എന്നെ നോക്കി ചിരിച്ചാലോ, കാണുന്നവരെന്തോ വിചാരിക്കും. ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ഫിയർ ഫാക്ടേഴ്സാണ് മെയിൻലി അതിനകത്ത് വരുന്നത്. അത് ആങ്സൈറ്റിയിലേക്ക് രൂപപ്പെടും. ഓക്കെ, അതിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. ആ ഒരു ചെറിയ ഏജിലാണെന്നുണ്ടെങ്കിലും അവർക്ക് വരുന്ന സമയത്ത് ഒരു കറേജസ് ആയിട്ട് നിന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. അവരതിനെ അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് ലൈക്ക് തെറാപ്പിയിലൂടെയാണോ മാറ്റാൻ കഴിയുള്ളൂ? തെറാപ്പിയിലൂടെയും മാറ്റാൻ കഴിയും, അല്ലാതെ സെൽഫായിട്ട് മാറ്റുന്നവരുണ്ട്. അതും ആസ് ഐ സെഡ് ഏർലിയർ, ഒരു സ്പെസിഫിക് പോയിന്റ് വരെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം മാറ്റാൻ പറ്റും. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തെറാപ്പി ഒരു മസ്റ്റായിട്ട് വരും. ഐ ന്യൂ സമ്മൺ ഇൻ MNC, ഒരു വലിയ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എക്സ്ട്രീം ആങ്സൈറ്റി ആയിരുന്നു. അത്രയും ടോപ്പ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും VP ആണ്, വൈസ് പ്രസിഡന്റ് ഓഫ് ദാറ്റ് കമ്പനി. അതൊരു വലിയ കമ്പനിയാണ്, നോട്ട് ഡിസ്ക്ലോസിങ് തന്നെ. ആൻഡ് ആ ഒരു വ്യക്തിക്ക് പല മീറ്റിങ്സിനകത്തും പോയി സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, ബിക്കോസ് ഓഫ് ആൻ ആങ്സൈറ്റി. അത് ക്രിയേറ്റ് ചെയ്തത് വെൻ ഷി വാസ് 17. 17 കോളേജിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് കാരണം വന്ന ഒരു ആങ്സൈറ്റിയാണ്. അപ്പോൾ 2 to 8 എന്ന് പറയുന്നൊരു ഫാക്ടർ, അത് കഴിഞ്ഞിട്ട് ഒരു വരാം. ഈ പറഞ്ഞ 17 കഴിഞ്ഞും ആകാം. എക്സാക്ട്ലി. അവിടെ കോളേജിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് കാരണം വന്നു പുള്ളിക്കാരിക്ക്, ആൾക്ക് എന്താ പല മീറ്റിങ്സും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിൽ വന്നെത്താണ്. മീറ്റിങ്സിനകത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏബിൾ ടു സിറ്റ് ദെയർ, അറ്റൻഡ് ദ മീറ്റിംഗ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 1-to-1 ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് അത്രയും പക്കയാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ ആ കമ്പനി അത്രയും വലിയൊരു പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ബട്ട് വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പബ്ലിക് സ്പീക്കിംഗ് പോലുള്ള ഏരിയാസ് പറ്റുന്നില്ല. വി വർക്ക്ഡ് ഓൺ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ടോസ്റ്റ് മാസ്റ്റർ പോലുള്ള ക്ലബ്സ്, ടോസ്റ്റ് മാസ്റ്റർ ലൈക്ക് സ്പീക്കിംഗ് ക്ലബ്സ് ആണ്, സ്റ്റേജിൽ വന്നിട്ട് കുറച്ച് ടൈം സംസാരിക്കുന്ന ക്ലബ്ബാണ്. അതേപോലുള്ള ക്ലബ്ബിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തു. നൗ ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ ഈ ഹിപ്നോതെറാപ്പി സെഷനുകളിൽ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കരയുന്ന ആൾക്കാരെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണോ ഈ പറഞ്ഞ ട്രോമയൊക്കെ വെന്റ് ഔട്ട് ചെയ്യുന്നത്? പല രീതിയിൽ വെന്റ് ഔട്ട് ചെയ്യാറുണ്ട്. ദേഷ്യപ്പെടാറുണ്ടോ ആൾക്കാർ? ദേഷ്യപ്പെടുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. കരച്ചിൽ കണ്ടിട്ടുണ്ട്. ഷൗട്ടിങ്, എന്താ പേടിച്ചിട്ട് ഇതാക്കുന്നത് കണ്ടിട്ടുണ്ട്. ലൈക്ക് സ്ക്രീമിങ് അങ്ങനെ വരാറുണ്ട്. സ്റ്റിഫായി പോകുന്നവരുണ്ട്. ബോഡിയൊക്കെ മൊത്തത്തിൽ തണുത്ത് മരവിച്ച്. ആൻഡ് ദാറ്റ് ആക്ച്വലി ഹാപ്പൻ ഇൻ എ വീഡിയോ കോൾ. ആ വ്യക്തി ഇങ്ങനെ ഇരിക്കുകയാണ്, സ്റ്റക്കായി. ആ ഒരു ഐസ് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഗോവിന്ദ്, ഐ ഫീൽ മൈ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഗെറ്റിംഗ് കോൾഡ്. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ്, നത്തിങ്. പിന്നെ കുറച്ച് നേരം ഇരുന്നു. വി പ്രോസസ് ദാറ്റ്. ആ ഒരു ഇമോഷനെ പ്രോസസ്സ് ചെയ്യുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ ഈസ് ഏബിൾ ടു ബി ഔട്ട് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഓക്കെ. അപ്പോൾ കരയുന്നതും ഇതുപോലുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. യെസ്. കരയുന്നു, നല്ല രീതിയിൽ കരയും. ചില ആളുകൾ ഇൻ ബിറ്റ്വീൻ സെഷൻ ഒരു അൺകൺട്രോളബിൾ ക്രൈയിങ് ആയിരിക്കും. ക്രൈയിങ് സ്പെൽസ് എന്നുള്ള രീതിയിൽ റിപ്പീറ്റഡ്ലി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. ഗ്രൂപ്പ് സെഷൻസ് എടുക്കാറുണ്ടോ? ഉണ്ട്.
ലൈക്ക് ഹൗ വിൽ ദാറ്റ് വർക്ക്? ഗ്രൂപ്പ് സെഷൻസ് നമ്മൾ അത്രയും ഡീപ്പ് ട്രോമ അല്ല വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ. അത്രയും ഡീപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും 1-to-1 ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇൻഡിവിജ്വൽ അത് വ്യത്യാസമാണ്, ഓരോരുത്തരുടെയും ട്രോമ വ്യത്യാസമാണ്. പിന്നെ അല്ലാതെ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹിപ്നോസിസ് പ്ലസ് ബ്രെത്ത് വർക്ക് കമ്പൈൻ ചെയ്യും. ഹിപ്നോ ബ്രെത്ത് വർക്ക് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മെയിൻലി ഫോക്കസിങ് ഓൺ ബ്രെത്ത് വർക്ക്, ആൻഡ് ബ്രെത്ത് വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അതും ജനറലൈസ്ഡ് ആയിട്ടേ ചെയ്തുള്ളൂ. ഓക്കെ. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. എന്തായാലും താങ്ക് യു.